ഞങ്ങളപ്പോ DC മൂവി കണ്ടിറങ്ങിയ ഹാങ് ഓവറിലാണ് ഇരിക്കുന്നത്. മാൻ അനിരുദ്ധ്. എനിക്ക് ഈ പടത്തിൽ വേറെ ആരും ഇല്ല, അനിരുദ്ധിന്റെ മ്യൂസിക്കിന്റെ പൊന്നെ ഈ പടം കൊണ്ടുപോയത് ആ ഒരു ഒറ്റ എലമെന്റാണ്. കാരണം ഇതിനകത്ത് അടി ഇടി വെടി പോക എല്ലാം ഉണ്ട്, ഓക്കെ. ബട്ട് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യിച്ചത് ദ വൺ ആൻഡ് ഓൺലി അനിരുദ്ധ് മ്യൂസിക്. വേറെ ഒന്നും അതിന് പറയാല്ല അല്ലേ. ഓരോ സീനും എലവേറ്റ് ആയത് ഓൺലി ബിക്കോസ് ഓഫ് അനിരുദ്ധ്. ഹാറ്റ്സ് ഓഫ്. പ്രത്യേകിച്ച് സ്റ്റണ്ടിന്റെ സമയത്തൊക്കെ വരുന്ന മ്യൂസിക്, ഈ മ്യൂസിക് അനിരുദ്ധ് വെച്ച ഈ BGMസും ഈ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഈ സീനുകളൊന്നും ആലോചിക്കണം. ഈ പടം കണ്ടുകഴിഞ്ഞിട്ട് വളരെ ശോകമായിരിക്കും ഉള്ള കാര്യം പറയാലോ. ഒന്നാമതേ ആ സാധനം ഭയങ്കര ഹിറ്റ്. ഈ സാധനത്തിന്റെ ഒരു റൊമാൻറ്റിക് വേർഷനും വെച്ചിട്ടുണ്ട് ഈ പടത്തിന്. പടം കാണണം. പടം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റൊമാൻറ്റിക് സാധനം കിട്ടും. ഇന്റെ മോനെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, കുറെ ആക്ഷൻ ഉപരി ഇതിനകത്ത് ഇവര് പറയാൻ ഉദ്ദേശിച്ചൊരു ഐറ്റം റിലേഷൻഷിപ്പുകളുടെ ഒരു ഡെപ്ത്, ആസ് യൂഷ്വൽ സാധനങ്ങൾ, പാസം, അച്ഛൻ മകൻ പാസം ഒക്കെ ഇതിനകത്ത് ആ ഒരു ലൈനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവിടെയാണ് തുടങ്ങുന്നത്. കഥയുടെ തുടക്കം വരുന്നത് ലോകേഷ് കനകരാജിന്റെ ക്യാരക്ടറും അച്ഛനും തമ്മിലുള്ള ഒരു ഇത്, വേറൊരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം, നിലം വിറ്റ് പൈസ മേടിച്ച് മകനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അച്ഛന്റെ സ്റ്റോറി. അങ്ങനെ ഒരാളുടെ ലൈഫിലേക്ക് സിമിലർ കൈൻഡ് ഓഫ് എന്താ പറയാ ലൈഫ് ഇൻസിഡന്റ് ഉള്ള വേറൊരാൾ, അതായത് ലോകേഷ് കനകരാജിന്റെ സെയിം അച്ഛൻ മകൻ ആ ഒരു ബോണ്ട് ബ്രേക്ക് ആയ, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ത്രെഡിൽ, അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ഈ ക്യാരക്ടേഴ്സ് സ്റ്റോറി ലൈനിൽ കയറുന്നത്. സ്റ്റോറി ഓണെന്ന് പറഞ്ഞാൽ ഇവന്മാര് കൊട്ടേഷൻ ഗാങ്സ്റ്റർ ടീംസ് ആണ്. പിന്നെ അങ്ങോട്ട് പോലീസും ഇവരും തമ്മിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റോ. കൊറേ കാണിച്ചു രീതിയിലാണ് കാണിച്ചത്. പക്ഷെ കാണിച്ചതൊക്കെ ഒരു സീനുണ്ട് മോനെ, ആ വമിക ഗബ്ബീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഫൈറ്റ് സീന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്, അതൊരു ആ ബ്രോത്തൽ കേറിയിട്ടുള്ള ഫൈറ്റില് മ്യൂസിക്കിന് വന്നപ്പോ ആ ചുവന്ന വാനിലേക്ക് മറ്റേ ഒമിനിയിലേക്ക് ലോകേഷ് കനകരാജ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ മ്യൂസിക്കിൽ പടം പുറത്ത് മഴ തിയേറ്ററിൽ പടം കത്തുക, പിന്നെ അതിന്റെ മുന്നൊരു കയ്യടി കിട്ടിയത് നമ്മളെ വേടന്റെ പാട്ട് വന്നപ്പോ. വേടന്റെ പാട്ടൊക്കെ സത്യത്തിൽ ആ ഫ്ലോയില് പോയി. പക്ഷെ ഇത് വന്നപ്പോ ഉള്ള സീൻ, ഒന്നാമത് ആ സീൻ എന്ന് പറഞ്ഞാൽ വമിക ഗബ്ബീന്റെ ഒരു മറ്റേ ബാക്ക് സ്റ്റോറി പറയാണ്. അവരുടെ ഒരു സഫറിങ് സ്റ്റോറി പറയുന്ന സമയത്താണ് ഈ സാധനം വരുന്നത്. പിന്നെ അങ്ങോട്ട് ആ തിയേറ്ററിൽ സംഭവിച്ചതേ വേറെ, എന്താ നടന്നൊരു പിടുത്തമില്ല, ഭയങ്കര കിട്ടും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പിന്നെ ഓരോ ഫ്രെയിമിലും ഈ അനിരുദ്ധ് കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഒരു രക്ഷ. അത് തുടക്കത്തില് പടം തുടങ്ങുമ്പോ മുതൽ അനിരുദ്ധിന്റെ വേറൊരു ബീറ്റ് ഉണ്ട് ഇതിനകത്ത്. അനിരുദ്ധിനെ കുറിച്ച് ഇതിനകത്ത് പറയാനുള്ളടേ. ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റിലിട്ട ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതില് കുറച്ച് എന്താ പറയാ, ഈ ആക്ടിങ്ങിൽ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടാണെങ്കിലും ഈ കയ്യിൽ നിന്ന് എടുത്ത് മറ്റേ നവരസങ്ങളൊക്കെ വന്ന് ചെയ്യേണ്ട ഐറ്റം. വമിക ഗബ്ബിക്ക് ഓൾറെഡി അങ്ങനത്തെ സാധനങ്ങൾ വരാൻ പാടാണ്. ലോകേഷ് കനകരാജിന്റെ ക്യാരക്ടറിന് അങ്ങനെ വരേണ്ട ആവശ്യമില്ല, ഇമോഷൻലെസ് ആണ്. ഇതിൽ അതൊക്കെ വരേണ്ട ക്യാരക്ടേഴ്സ് ഈ അച്ഛൻ കഥാപാത്രങ്ങളും പിന്നെ അതിലൊരു പോലീസുകാര്, ഫ്രണ്ട്സിനും അങ്ങനെ റൂഡാണ് അവരൊക്കെ, അവർക്കൊന്നും അങ്ങനെ ഇമോഷൻസ് ഇല്ല. ഇതിനകത്തുള്ളത് ഒരു പോലീസുകാരന് ഒരു ഇമോഷണൽ സാധനമുണ്ട്, ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഐസ് കോൾഡ് ആണ് ഇതിനകത്ത്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ സീനുകള്, ആ സീനുകള് BGM ഇങ്ങനെ വെച്ച് എലവേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് എന്താ മലയാളത്തിൽ ആരും അനിരുദ്ധിനുണ്ട്. എത്ര കാശല്ലേ, എത്ര പടത്തിന് എത്ര കാശ് ചിലവാക്കണം. ഏതെങ്കിലും ഒരു പടത്തിൽ വിളിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് എവിടെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, പ്ലീസ് ആരെങ്കിലും കാശുള്ള ഏതെങ്കിലും പ്രൊഡ്യൂസർ ആരെങ്കിലും വിളിച്ചോട്ട് ഭയങ്കര. കാരണം ഓരോ ഫ്രെയിമും, അതായത് ആ നമ്മള് ട്രെയിലറിൽ കണ്ടൊരു സാധനല്ലേ, അവ പേര് ചന്ദ്രാടാ,
ആ സാധനം ഇതില് വരുന്ന സീനാണ്. എന്താറിയോ, ഇത് വലിയ മികച്ചൊരു കഥയൊന്നല്ല. കഥാശൈലി ഇത് കണ്ട ഇത് ഇയാളുള്ളതുകൊണ്ടാണ് ഈ പടം. അതെ, അടിയിടി പോകാൻ മാത്രമാണ് കൂടുതലുള്ളത്. അടിയിടി പോകാന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങോട്ട് മറന്നു പോവാണ് ഈ സാധനം. അതായത് ക്ലൈമാക്സിക്ക് വരുമ്പോൾ ഇതെന്താ പറയുക, ഒരേ സാധനം തന്നെ വെക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ഒരേ സാധനം, പക്ഷെ ആ സാധനത്തിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, പ്ലേസ്മെന്റും ആ ഒരു ഒന്നും പറയാനില്ല. അത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സാധനം. വേറെ ഒന്നും അതിനില്ല. ഭയങ്കര കിണ്ണം തിയേറ്റർ എക്സ്പീരിയൻസ്. അതുപോലെ മുകേഷ് ജി ആണ് ഇതിന്റെ ക്യാമറമാനും അതേപോലെ ചില ഷോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡാണിത്. കാരണം ഇതിനകത്തുള്ള ഗൺ ഷോട്ട് സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടപ്പെട്ടാ വേണ്ടിയാ അല്ലേ. ബാക്കിയുള്ളവരെ ഇത് അങ്ങനത്തെ ടീമാണ്, അതായത് ഇത് പഠിച്ചു വന്നവരെന്നല്ലോ. അപ്പൊ അവര് വെക്കണത് എങ്ങനെയാണോ അതേ രീതിയിൽ എടുക്കുവാണ് സാധനം. ക്യാമറയിൽ എടുക്കാന്ന് പറഞ്ഞാലും ചില്ലറ പരിപാടിയില്ല. കാരണം ആ ഗൺ ഷോട്ട് സീൻസ് ഒക്കെ, കാരണം എൻകൗണ്ടർ പോലത്തെ സെറ്റപ്പാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ ഈ നേരത്തെ അഭി പറഞ്ഞ പോലെ പോലീസുകാർ മാത്രമേ ട്രെയിൻഡ് ഉള്ളൂ, ഇവന്മാര് ട്രെയിൻഡ് ഒന്നും ചനം പിന്നെ വേണ്ടിയാ. അത് ആ സാധനത്തിന് അത്രയും ഡെപ്തിൽ തന്നെ ക്യാമറാമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഷോട്ട് ബൈ ഷോട്ട് ചെങ്ങായി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലോകേഷ് ഒറിജിനലിലല്ല, ഞങ്ങളൊപ്പം ബൈ ദ വേ ഇതില് എന്താ ഇതില് ദേവദാസ് എന്നാണ് പേര്. ഹിസ് ഫാദർ നെയിം ഓൾസോ ദേവദാസ്. നോക്കണോ, നല്ല ബന്ധമുണ്ടല്ലോ അല്ലേ. അച്ഛന്റെ പേര് ദേവദാസ്, ഇവന്റെ പേര് ലോകേഷ് കനകദാസ്. ഞങ്ങൾ പിന്നെ കനകദാസ് എന്നാണ് വിളിക്കാറ്. തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോ പെരിയ ഫാൻസ് എടുക്കുന്നത്, സാർ നീങ്ക ലോകേഷ് കനകരാജ് പോലെ ഒന്നും കാണിച്ചെടുക്ക്, നാളെ നോക്കൂടുത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുന്നുമങ്ങാടിയില്. പെപ്പന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഇയാളാ വന്നുള്ളേ, എല്ലാരും ശരിക്കുള്ള കനകെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞല്ലോ, അത് സത്യമാണ്. കാട്ടാളനില് വെള്ള ഷർട്ട് ഇട്ട് മുടി വെച്ച് വന്ന് പോരാണ്, അത് ലോകേഷ് അല്ല, അത് ഇന്ന ലോകേഷ്. അമ്മേ, അപ്പൊ മൊത്തത്തില് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ. മ്യൂസിക് അനിരുദ്ധിന്റെ പണി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി. ഈ ഒരു പടത്തിന് കേറിയാൽ മതി. ഇടയ്ക്കുള്ള ഒരു മ്യൂസിക് ബ്രേക്ക് ഉണ്ടാകുമ്പോ അടുത്തത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ഹൈ സാധനം വരാൻ വേണ്ടിയുള്ള എവിടെയും പ്ലെയിൻ ആക്കി ഇട്ടിട്ടില്ല. ഒരു സീന് പോലും എന്താ പറയാ ഒരു ലാഗ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇതിനകത്ത് മ്യൂസിക് കഥാവൈസ് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ അനിരുദ്ധിനെ മാറ്റിയിട്ട് ഈ പടം കണ്ട ഈ പടം ഒരു എ ക്ലാസ് കൂറാണ്. എ ക്ലാസ് കൂറാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറും ചണ്ടി. അങ്ങനെ ഈ പടത്തിൽ അനിരുദ്ധ അല്ല, അനിരുദ്ധ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ലോകേഷ് ഇങ്ങനെ വലിച്ചു കീറും. കാരണം എന്താ അറിയോ, ഇതെന്താണ് ഇങ്ങനെ അഭിനയിച്ചിട്ട് പോണെന്നൊരു ചോദിക്കും, മനസ്സിലായോ? പക്ഷെ ആ പാട്ടിന്ന് ഇയാൾക്ക് കിട്ടുന്ന, കാരണം ഈ ക്യാരക്ടർ അല്ല, ഈ ക്യാരക്ടറിന് ഒരു ഇന്നർ ബേണിംഗ് ആണ്. ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു തരം റിവെഞ്ച്, അയാളുടെ എന്താ പറയാ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് അയാൾക്ക് കേറിയ കുറെ സാധനങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലവ് ലോസ്റ്റ്, ഈ സാധനം എന്താണെങ്കിലും മുഖത്ത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഉള്ളിൽ ആ ക്യാരക്ടറിന് ഉണ്ട് നമുക്ക് അറിയണല്ലോ. അത് അറിയിക്കുന്ന ഒരു BGM ഇട്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട്, ആ ഒരു മ്യൂസിക്കിലൂടെ അത് അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കരം. ഇത് പറഞ്ഞ പോലെ ഈ സിനിമ ഉണ്ട്, ഞാൻ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഡയറക്ഷൻ ആരാ അനിരുദ്ധ്, ഇതിന്റെ ക്യാമറ ആരാ അനിരുദ്ധ്, അഭിനയിച്ചാരാ അനിരുദ്ധ്. എല്ലാം ഇയാൾക്ക് പൈസ കൊടുത്ത അതിനുള്ള മുതലിയാളുണ്ട്. പ്രൊഡ്യൂസർ മാത്രം ഭാവി അമ്മയ്യപ്പനാകും തോന്നുന്നുണ്ട്, കലാനിധിമാരൻ. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുന്നു. ഞങ്ങൾക്ക് എല്ലാരും കാണാൻ, ഞാൻ പറയും കാണണം, ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ തിയേറ്റർ പോയി കാണാം. അത്യാവശ്യത്തിലധികം വയലൻസ് ഉണ്ട്, അപ്പൊ അത് പറ്റുന്നവർ പോയി കണ്ടാൽ മതി. ഞങ്ങൾ വയലൻസ് പ്രൊമോട്ട് ചെയ്തൊന്നും പറയണ്ട. വയലൻസ് ഇഷ്ടപ്പെടുന്ന, വയലൻസ് കണ്ട, അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം വയലൻസിന്റെ സമയത്താണ് ആ മ്യൂസിക് കറക്റ്റ് കയറി വന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും വല്ലാണ്ട് താല്പര്യമുള്ളവർ കയറിയാൽ മതി. അത് പറ്റുന്നവര് കയറി കണ്ടാൽ മതി. ഇനി കണ്ടതിന് ശേഷം ഇത്ര വയലൻസ് ഒന്നും പറയണ്ട. വയലൻസ് ഇഷ്ടപ്പെടുന്നവർ കണ്ടോ. ഞാൻ സാധാരണ വയലൻസ് ഇഷ്ടപ്പെടുത്താലോ, പക്ഷെ എനിക്ക് വയലൻസിന്റെ ഹൈ അല്ല, മറ്റേ മ്യൂസിക്കിന്റെ ഹൈ മറ്റേ ശ്രദ്ധിക്കാൻ നേരണ്ടല്ലോ. അപ്പൊ ഓക്കെ, നിങ്ങൾ നിർത്താം. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോ. ഞാനൊരു മസ്റ്റ് വാച്ച് എന്ന് പറയും അല്ലേ, മസ്റ്റ് വാച്ച് എന്നാണ് എനിക്ക് ഇത് മസ്റ്റ് വാച്ച് ആണ്. പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ മീഷോന്ന് മേടിച്ച കനകരാജ് ചിലപ്പോ തോക്കൊക്കെ എടുക്കും, ഓര് ചിലപ്പോ തോക്കൊക്കെ വേണമെന്ന് പറഞ്ഞാണെങ്കിൽ ചിലപ്പോ
ഇന്ന് രാത്രി ചിലപ്പോ കുന്നുമങ്ങാടിയിൽ തോക്കൊക്കെ പിടിച്ച് ഇറങ്ങൂട്ടോ. ടവലൊക്കെ ഇട്ടിട്ട് ചുവന്ന വാന് തപ്പി നടക്കരുത്, ചോപ്പില്ല. കുന്നുമ്മക്കാരൊക്കെ അറിയില്ലട്ടോ കാരക്ക തന്നെ സംഭവം ഉള്ളത്. അടിച്ചോടിക്കണ്ടോ തന്നെ. റോസ് പൂൾ അപ്പൊ നടക്കാവോ? അതിന്റെ ആവശ്യം അല്ലാതെ തന്നെ കിട്ടും. ടവിലിട്ടൊന്നുമില്ല. അപ്പൊ ശരി.